നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. തനിക്ക് പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോടൂ. നെയ്മർ ജൂനിയറോട് സാന്റോസിൻ്റെ ആരാധകൻ പറയുകയാണ്. കഴിഞ്ഞ കോപ്പ സുഡാമേരിക്കാന മത്സരത്തിനിടക്ക് ടീമിനെ ജയിപ്പിക്കാൻ നെയ്മർ ജൂനിയർക്ക് കഴിഞ്ഞില്ല. 1-1 സമനില നെയ്മർ ഗോളൊക്കെ അടിച്ചു. പക്ഷേ ആ കളിക്ക് ശേഷം നെയ്മറും സാന്റോസിൻ്റെ ആരാധകരുമായിട്ട് തർക്കമുണ്ടായി, വലിയ വാർത്തയായി, വലിയ ചർച്ചയായി. നെയ്മർ ഇനി താനത് ആവർത്തിക്കില്ല എന്നൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരോട് പറയുകയൊക്കെ ചെയ്തു. പക്ഷേ ഇപ്പോൾ ആ ആരാധകൻ എന്താണ് താൻ നെയ്മറോട് പറഞ്ഞത് എന്നുള്ളത് പുറത്തു പറയുകയാണ്. അപ്പോൾ അതിൽ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ആരാധകൻ നെയ്മർ ജൂനിയറോട് പറഞ്ഞത്, നിനക്കിവിടെ തുടരാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിൽക്കുന്നത്? താല്പര്യമില്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും, പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോടേ. അതാണ് നെയ്മറോട് താൻ പറഞ്ഞു എന്നിപ്പോൾ ആ ആരാധകൻ വെളിപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും ടീമിൻ്റെ ഇപ്പോഴത്തെ മോശം പ്രകടനത്തിൽ ആരാധകർ ഫ്രസ്ട്രേറ്റഡാണ്. അപ്പോൾ അവർ ഗാലറിയിൽ നിന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുന്നു. നെയ്മർ അതിനോട് പോയി പ്രതികരിച്ചു. നെയ്മറും ഗാവികളും അതിനോട് പോയി പ്രതികരിച്ചു. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് പൊതുവേ ബ്രസീലിയൻ ഫുട്ബോൾ നിരീക്ഷകരൊക്കെ പറയുന്നത്. ആരാധകർ അവരുടെ ദേഷ്യവും മറ്റുമൊക്കെ പ്രകടിപ്പിക്കും ടീമിൻ്റെ മോശം പ്രകടനം ഉണ്ടാകുമ്പോൾ. അപ്പോൾ നെയ്മർ ഏതായാലും അതിനോട് പ്രതികരിച്ചു. അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നെയ്മർക്ക് ക്ലബിനോടുള്ള ആത്മാർത്ഥതയെപ്പോലും ചോദ്യം ചെയ്യുന്ന രൂപത്തിലായിപ്പോയി ഈ വാക്കുകൾ. തനിക്ക് പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോടോ എന്നൊക്കെ പറയുന്ന നെയ്മർ പരിക്കുള്ളപ്പോൾ പോലും കഴിഞ്ഞ സീസണിൽ കളിക്കാനിറങ്ങിയിട്ട് ടീമിനെ റെലഗേഷനിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആളാണ്. മാത്രമല്ല ഈ കളിയിൽ ഗോൾ അടിച്ചത് നെയ്മറാണ്. ആ നെയ്മറുടെ നേർക്ക് തന്നെ ഇത്തരത്തിൽ വാക്കുകൾ ഉപയോഗിച്ചത് ശരിയായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ആരാധകർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനോട് നെയ്മർ പ്രതികരിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തലിൽ. നെയ്മറും പിന്നീട് അത് മനസ്സിലാക്കേണ്ടായി. അതുകൊണ്ടാണ് നെയ്മർ പിന്നീട് പ്രതികരണവുമായിട്ട് രംഗത്തേക്ക് വന്നത്. ഇനിയുണ്ടാവില്ല, ആരാധകരുടെ ഫ്രസ്ട്രേഷനൊക്കെ കാണിക്കും, ഞാനത് മനസ്സിലാക്കുന്നു, ഞാൻ ഇനി കളിയിൽ മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ എന്നുകൂടി നെയ്മർ പറയുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.